ഇപ്പോൾ ഈ ആ, ഡോക്ടർ സുൽഫി നൂഹ് ചേരുന്നുണ്ട് തത്സമയം. ഡോക്ടർ, താമരശ്ശേരിയിൽ നടന്ന ഈ സംഭവം തങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഡോക്ടർക്കാണ് വെട്ടേറ്റിരിക്കുന്നത്. കുട്ടി മരിച്ചു, അതും മസ്തിഷ്ക ജ്വരം ബാധിച്ച്, അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച്. അവിടെ ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ടാണ് ഈ പിതാവിന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകുന്നത്. അബ്സല്യൂട്ട്ലി. ഞാൻ ഇപ്പോഴും വാർത്താ ചാനലിൽ കൂടെയാണ് ഈ വിഷയങ്ങൾ അറിയുന്നത്. ഞാൻ യാത്രയിലായിരുന്നു. പക്ഷേ വളരെ നിർഭാഗ്യകരമാണ്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ആശുപത്രിയിൽ ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്ന ഒരു രീതി നമുക്കൊരിക്കലും സ്വീകാര്യമായ കാര്യമല്ല. നമുക്കറിയാം, 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന വളരെ ദാരുണമായ ഒരു ആക്രമണത്തിന്റെ ഫലമായിട്ട് ഒരു ഒരു വനിതാ ഡോക്ടറുടെ ജീവൻ നഷ്ടപ്പെടുകയും അതിനുശേഷം അതിനു മുൻപ് തന്നെ ശക്തമായ നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനൊക്കെ തന്നെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്ത പ്രകാരം ശക്തമായ നിയമം ഇപ്പോൾ നിലവിലുണ്ട്. എങ്കിൽ പോലും വീണ്ടും ഒരു ആക്രമണം നടന്നിരിക്കുകയാണ്. അത് ശരിക്കും പലപ്പോഴും ഈ ഒരു ഇമോഷണൽ ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ആളിന്റെ, അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡറിന്റെ, അല്ലെങ്കിൽ ഒരു കുട്ടിയൊരുപ്പുകാരന്റെ ഒരു ഭാഗമായിട്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് എൻകറേജ് ചെയ്യാൻ കഴിയുന്നില്ല. ഡോക്ടറിനെ മർദ്ദിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ ഡോക്ടറിനെ കൊല ചെയ്തത് കൊണ്ടോ, ഡോക്ടറിനെ ഉപദ്രവിച്ചത് കൊണ്ടൊക്കെ തന്നെ അതിലൂടെ നമുക്ക് മറ്റെന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്നുള്ളത് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുവാൻ ഡോക്ടർമാരെ പ്രേരിപ്പിക്കും. ഫോർ എക്സാമ്പിൾ, നെഗറ്റീവ് ചികിത്സ നിഷേധിക്കുക എന്നുള്ളതല്ല, ഡോക്ടർ ഏറ്റവും ഡിഫെൻസീവ് ആകും. അതായത് ഡോക്ടർ റിസ്ക് എടുക്കേണ്ട കാര്യങ്ങളിൽ ഡോക്ടർ റിസ്ക് എടുക്കാത്ത തരത്തിലേക്ക് പോവുകയും പലപ്പോഴും മറ്റൊരു തരത്തേക്ക്, അല്ലെങ്കിൽ രോഗിയെ പറഞ്ഞയക്കുകയോ, അല്ലെങ്കിൽ ചികിത്സ മറ്റൊരു രീതിയിൽ ആയി പോകട്ടെ എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി. ആദ്യം സ്വന്തം തപ്പുന്ന, അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം രക്ഷിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്ന രീതിയിലേക്ക് ഡോക്ടർമാർ എത്തുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് രോഗികൾക്ക് തന്നെ ദൂഷ്യമായിരിക്കും. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സെക്കൻഡുകൾക്ക് എടുക്കേണ്ട തീരുമാനങ്ങളിൽ ഞാൻ ഈ രോഗിക്ക് ഈ കാര്യം ചെയ്താൽ ഒരുപക്ഷെ ജീവൻ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ ഞാൻ ഒരുപക്ഷെ ഇത് ചെയ്ത് ജീവൻ തിരിച്ചു പിടിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ മർദ്ദിക്കപ്പെടുമോ, ഞാൻ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഒരു വികാരം ഒരു ഡോക്ടറിനുണ്ടായാൽ അത് വളരെ ഡിസാസ്റ്റർസ് ആണ്. അത് വളരെ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെടാൻ തന്നെ അത് കാരണമായിരിക്കാം. ഒരു ഡിഫെൻസീവ് ട്രീറ്റ്മെന്റിലേക്ക് ഡോക്ടർമാരെ തള്ളിവിടാനും കാരണമാകും. വളരെ നിർഭാഗ്യകരമാണ്. ശക്തമായി പോലീസ് ഇടപെടുകയും ഈ കാര്യത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഡോക്ടർ സുൽഫി നൂഹ്, ഒരു കാര്യം, അന്ന് നമ്മൾ വന്ദന സംഭവത്തിന് ശേഷം, വന്ദന കൊലപാതകത്തിന് ശേഷം ഉണ്ടാക്കിയ നിയമനിർമ്മാണങ്ങളും ഒക്കെ ഈ പ്രതികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, മെഡിക്കലിന് കൊണ്ടുവരുമ്പോൾ ഉള്ള മുൻകരുതലുകളെ പറ്റിയാണ്. അതിനു മുമ്പ് തന്നെ ആശുപത്രിയിൽ തർക്കമോ ആക്രമണമോ ഒന്നും പാടില്ല, അതിനുള്ള കടുത്ത നിയമങ്ങളുണ്ട് താനും. പക്ഷേ ഈ സംഭവം സൂചിപ്പിക്കുന്നത് പ്രതികളെ കൊണ്ടുവരുമ്പോൾ മാത്രമല്ല, പൊതുവിൽ തന്നെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ സുരക്ഷയിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ടി വരും എന്നതല്ലേ? ആബ്സല്യൂട്ട്ലി. ഇപ്പൊ പ്രതിയെ കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങൾ മാത്രമല്ല, ആശുപത്രികളിലെ അത്യാഹിത വിഭാഗങ്ങളിലും ഒരുപക്ഷെ രോഗികളുമായിട്ടും ബൈസ്റ്റാൻഡറുമായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും നമുക്ക് വേണ്ട പലതരത്തിലുള്ള മുൻകരുതലുകൾ. ഒന്ന്, CCTV സംവിധാനങ്ങള്, സെക്യൂരിറ്റി സംവിധാനങ്ങള്, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഒരു ആക്രമണം ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രോട്ടോകോൾ, അതൊക്കെ തന്നെ നിലവിൽ വന്നിട്ട് ഒരു കോഡ് 3 പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ സർക്കാർ അത് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിനുള്ള പലതരത്തിലുള്ള തടസ്സങ്ങളിൽ നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് എത്രയും പെട്ടെന്ന് കൃത്യമായി നടപ്പിലാക്കണം. ആ ഒരു പ്രോട്ടോകോൾ കൃത്യമായി നടപ്പിലാക്കുകയും സുരക്ഷാ സംവിധാനങ്ങളിലെ ശക്തമായ ഒരു കരുതൽ ഉണ്ടാവുകയും ചെയ്യണമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത്തരം ആക്രമണങ്ങളെ ഒരു തരത്തിലും വെച്ച് വെളുപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിലപാട്. മാത്രമല്ല, ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഈ മരണനിരക്ക് ഉയർന്ന ഒരു രോഗബാധയാണ്. ആ സാഹചര്യങ്ങളൊക്കെ പക്ഷേ ഉറ്റവർ അവരുടെ പ്രിയപ്പെട്ട മക്കളെ, അല്ലെങ്കിൽ പിതാവിനെ, ബന്ധുക്കളെ നഷ്ടപ്പെടുമ്പോൾ അതിവൈകാരികമായി ഇങ്ങനെ പ്രതികരിക്കുന്നത് നമുക്ക് മുമ്പ് സൂചിപ്പിച്ചു. അത് ഡോക്ടേഴ്സിനുണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മൊത്തത്തിലുണ്ടാക്കുന്ന ഒരു ആശങ്കയെപ്പറ്റി. ആബ്സല്യൂട്ട്ലി. അത് തന്നെയാണ്. അതായത് അമീബിക് മസ്തിഷ്ക ജ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഇനി എൻസെഫലൈറ്റിസ്, തലച്ചോറിനെ ബാധിക്കുന്ന എല്ലാ അണുബാധയും വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്, മരണം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, അതിലെ ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡോക്ടറിനെ വെട്ടിയത് കൊണ്ടോ, അല്ലെങ്കിൽ ഡോക്ടറിനെ ഉപദ്രവിച്ചത് കൊണ്ടോ നമുക്ക് നേട്ടം ഒന്നുമില്ല എന്ന് മാത്രമല്ല, വലിയ കോട്ടം തന്നെയാണ്. സമൂഹത്തിന്റെ ഒരു അപജയമാണ് ഇത് കാണിക്കുന്നത്. ഒരുപക്ഷെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവരെ സ്വാധീനിക്കുന്നുണ്ടാകാം. തെറ്റിദ്ധാരണകള്, അല്ലെങ്കിൽ ഡോക്ടർ ചികിത്സയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള ഒരു തോന്നല്, പല കാരണങ്ങളുണ്ട്, പല തെറ്റിദ്ധാരണകളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊതുസമൂഹം വീണ്ടും ഒറ്റക്കെട്ടായി ഇത്തരം കാര്യങ്ങളിൽ, ഇത്തരം ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് തടയുക തന്നെ വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നന്ദി. ഡോക്ടർ സുൽഫി നൂഹു, IMA പ്രതിനിധി കൂടിയാണ് അദ്ദേഹം, പ്രതികരിക്കുകയായിരുന്നു.
ഇത്തരം ആക്രമണങ്ങൾ ഡോക്ടർമാർക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസക്കുറവിനെ പറ്റി കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ചില ഘട്ടങ്ങളിലെങ്കിലും പല സാധ്യതകൾ കുറച്ച് അപകടം പിടിച്ചെങ്കിലും ചിലപ്പോൾ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാധ്യതകളിലേക്ക് പോകാൻ ഡോക്ടേഴ്സിനെ പിന്നോട്ട് വലിക്കും ഇത്തരം സംഭവങ്ങൾ എന്നതാണ് ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹ് സൂചിപ്പിച്ചതായാലും താമരശ്ശേരിയിലുണ്ടായത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സംഭവമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.